പല തട്ടിപ്പ് കേസുകളിലും അഴിമതികളിലും പെട്ടുലയുന്ന CPM നേതാക്കളിൽ വ്യത്യസ്തനാവുകയാണ് കേരളത്തിൻ്റെ സ്പീക്കർ AN ഷംസീർ. അതായത് എല്ലാ പാർട്ടികളിലും പെടുന്ന കോടിക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ ആരാധനാലയമായ ശബരിമലയിൽ സ്വർണം കട്ടവർ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് അതിശക്തമായ ഭാഷയിൽ തുറന്നടിച്ചിരിക്കുകയാണ് സ്പീക്കർ ഷംസീർ. നമുക്കറിയാം, CPM നേതാക്കളായ പത്മകുമാറും വാസുവും വിജയകുമാറും അടക്കമുള്ള CPM നേതാക്കളെല്ലാം അകത്ത് കിടക്കുന്ന സമയത്ത് ഒരു വാക്കുകൊണ്ട് പോലും പാർട്ടിയെ അല്ലെങ്കിൽ അവരെ തള്ളിപ്പറയാൻ തയ്യാറാകാത്ത CPM നേതൃത്വം ഇപ്പോൾ ശബരിമലയുടെ പേരിൽ മാത്രം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. എന്നിട്ടും പത്മകുമാർ എന്ന CPM മുൻ MLA തള്ളിപ്പറയാൻ നേതൃത്വം തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ ആ ശബരിമല മോഷണത്തിൽ പങ്കുപറ്റിയവരാണ് CPMൻ്റെ പ്രമുഖർ എന്നുള്ളത് വ്യക്തമാണ്. അതിൽ നിന്നും ഒരു വ്യത്യസ്തനായി മാറുകയാണ് സ്പീക്കർ ഷംസീർ. പാർട്ടി രക്തസാക്ഷികളുടെ പേരിൽ പിരിച്ച പണം ഒരു MLA മോഷ്ടിച്ചു എന്ന് തെളിവ് സഹിതം പരാതി പറഞ്ഞൊരു ജില്ലാ നേതാവിനെ പുറത്താക്കിയ CPM നേതൃത്വം കള്ളന്മാരെ മുഴുവൻ തലയിൽ വെച്ച് നടക്കുകയാണ്. അത് വിളിച്ചു പറയുന്നവർക്ക് പിന്തുണ നൽകുന്നതിൻ്റെ സൂചനയുമായിട്ടാണ് ഇപ്പോൾ സ്പീക്കർ ഷംസീർ എത്തിയിരിക്കുന്നത്. അതായത് സ്വർണം കട്ടവർ ഒരു കാരണവശാലും ഒരു കാലത്തും രക്ഷപ്പെടരുത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് താനെന്ന് സ്പീക്കർ വ്യക്തമാക്കുമ്പോൾ സ്വർണം കട്ടവരെ അകത്തിട്ട പോലീസ് നടപടി വന്നിട്ടും അവരെ തള്ളിപ്പറയാതിരുന്ന നേതൃത്വത്തിന് ഷംസീറിൻ്റെ വാക്കുകൾ വലിയ തിരിച്ചടിയാവുകയാണ്. അതും ഈ കേസുകളെല്ലാം അന്വേഷിക്കുകയും ചിലപ്പോൾ കള്ളന്മാരെ രക്ഷിക്കുകയും ചെയ്യുന്ന പോലീസിൻ്റെ സമ്മേളനത്തിൽ വെച്ചാണ് സ്പീക്കർ ഇങ്ങനെ തുറന്നടിച്ചത് എന്നോർക്കണം. മാത്രമല്ല, പോലീസ് സംവിധാനത്തെ നന്നായി വിമർശിക്കുകയും ചെയ്തു അദ്ദേഹം. അതായത് കുറ്റപത്രം കുറ്റമറ്റ രീതിയിൽ സമർപ്പിക്കലാണ് ഒരു നിയമത്തിൻ്റെ പണിയെന്നാണ് കേരള പോലീസ് അസോസിയേഷൻ്റെ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സ്പീക്കർ ഷംസീർ വ്യക്തമാക്കിയത്. അതിന് കഴിയാത്തതാണ് ശബരിമലയിലെ പരാജയമെന്നാണ് അദ്ദേഹം അതിലൂടെ സൂചിപ്പിച്ചത്. ദൈവത്തിൻ്റെ സ്വത്ത് കക്കുന്നവൻ ഒരു കാലത്തും രക്ഷപ്പെടില്ല എന്നാണ് വിശ്വസിക്കുന്നത്. അവരെ പൂർണ്ണമായും പിടിച്ച് തുറങ്കലിലടക്കണം. അതിന് ഇച്ഛാശക്തിയോടെ നേതൃത്വം കൊടുക്കാൻ ഇവിടുത്തെ പോലീസിനും സർക്കാരിനും സാധിക്കുമെന്ന ബോധ്യം തനിക്കുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. 54 ലക്ഷം വിശ്വാസികൾ ശബരിമലയിൽ വന്നിട്ടും തിക്കിലും തിരക്കിലും പെട്ട് ആർക്കും അപകടമുണ്ടായില്ല എന്ന് ഓർമ്മിപ്പിച്ച സ്പീക്കർ സമ്മേളനമായതുകൊണ്ട് പോലീസിനെ കൂടുതലൊന്നും പറഞ്ഞില്ല എങ്കിലും പ്രതികളെല്ലാം CPM നേതാക്കൾ ആണെന്നുള്ളതിൽ കലിപ്പിലാണ് ഷംസീർ ഉള്ളത്. അതിൽ മുൻ MLA പത്മകുമാറും ദേവസ്വം മന്ത്രിയും മുൻമന്ത്രിയും അതുപോലെ മുഖ്യമന്ത്രിയും അടക്കം ഇതിൽ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുമ്പോൾ അവർക്കിട്ട് ഒന്ന് താങ്ങുക കൂടിയാണ് നിയമസഭാ സ്പീക്കർ ചെയ്തത്. ഇനി മത്സരിക്കാനുള്ള അവസരം സ്പീക്കർക്ക് ലഭിക്കുമോ എന്നുറപ്പില്ലെങ്കിലും കേരളത്തിലെ നല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ നേതാവായി ഷംസീർ മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം.